മരക്കൊമ്പിലെ കുതിര ഒക്കാപ്പി. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒക്കാപ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതൊരു അത്യന്തം വിചിത്രവും അപൂർവവുമായ ജീവിയാണ്. കുതിരയെ പോലെയുള്ള ശരീരം, തവളയെ പോലെ കവിളുകളുള്ള മുഖം, സീബ്രയെ അനുസ്മരിപ്പിക്കുന്ന കാൽ. ഒക്കാപ്പി എന്ന ഈ ജീവി പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഒക്കാപ്പി എന്താണ്? ഒക്കാപ്പി ആഫ്രിക്കയിലെ കോൺഗോയുടെ ഗാഢമായ മഴക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു അതിസാധാരണമല്ലാത്ത ജീവിയാണ്. ഇത് കുതിര കുടുംബത്തിൽപ്പെട്ടതായി തോന്നുമെങ്കിലും ഒക്കാപ്പിയുടെ ഏറ്റവും അടുത്ത ബന്ധു കുതിരയല്ല, മറിച്ച് ജിറാഫാണ്. അതിനാൽ തന്നെ ഒക്കാപ്പിയെ ഫോറസ്റ്റ് ജിറാഫ് അല്ലെങ്കിൽ മരക്കൊമ്പിലെ കുതിര എന്നും വിളിക്കാറുണ്ട്. വ്യത്യസ്തമായ രൂപഗുണങ്ങൾ. ഒക്കാപ്പിയുടെ ശരീരം പ്രധാനമായും ഇരുണ്ട് തവിട്ടു നിറത്തിലാണെങ്കിലും അതിന്റെ കാലുകളിൽ വെളുത്ത കറുത്ത വരകളുണ്ട്. ഇതുമൂലം ഒന്നേകാൽ സീബ്രയെയും മറ്റേകാൽ കുതിരയെയും ഓർമ്മിപ്പിക്കുന്ന ആകൃതിയാണ് ഒക്കാപ്പിക്കുള്ളത്. എന്നാൽ മുഖം കണ്ടാൽ ജിറാഫിന്റെ പ്രത്യേകതകൾ കണ്ടെത്താം. നീണ്ട നാവ് അതിന്റെ മുഖ്യ സവിശേഷത. ഏകദേശം 18 ഇഞ്ച് നീളമുള്ള ഈ നീണ്ട നാവ് ഉപയോഗിച്ച് ഒക്കാപ്പി ഇലകൾ പറിച്ചു തിന്നുകയും സ്വയം ശരീരം വൃത്തിയാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഒക്കാപ്പികൾ സാധാരണയായി ഏകാന്ത ജീവികളാണ്. തണലുള്ള കാടുകളിലാണ് ഇവയുടെ പ്രധാന താമസം. വലുതായ ചെവികൾ ഉള്ളതിനാൽ പരിസരത്തെ ശബ്ദങ്ങൾ അതിവേഗം തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയും. ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് സഹായിക്കുന്നു. വേട്ടക്കാരനായ ചെന്നായ ഒക്കാപ്പിയുടെ പ്രധാന ശത്രുവാണ്. ക്ഷണശീലം. ഒക്കാപ്പി പ്രധാനമായും ഒരു സസ്യഭുക്കാണ്. മരങ്ങളുടെ ഇലകൾ, പഴങ്ങൾ, പൂക്കൾ, ചെറിയ ചെടികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം. ജിറാഫിനൊപ്പം കുടുംബബന്ധമുള്ളതിനാൽ ഒരേ അതിദാനം വിഭജിക്കുന്നതിനുള്ള അനന്തരം രീതി ഇവയ്ക്കുമുണ്ട്. അതായത് ജിറാഫ് ഉയരത്തിലുള്ള ഇലകൾ തിന്നുമ്പോൾ ഒക്കാപ്പി താഴെയുള്ള ചെടികളും ഇലകളുമാണ് ഭക്ഷിക്കുന്നത്. അപകടാവസ്ഥയും സംരക്ഷണ ശ്രമങ്ങളും ഒക്കാപ്പിയെ കണ്ടുപിടിച്ചത് 1901 എന്നാൽ അതിനു മുമ്പ് ആഫ്രിക്കയിലെ വന്യജീവി പൗരാണിക കഥകളിൽ മാത്രം പരാമർശിക്കപ്പെട്ടിരുന്ന ഒരു രഹസ്യ ജീവിയായിരുന്നു ഇത്. ഇന്ന് വനനശീകരണവും വേട്ടയാടലുമാണ് ഒക്കാപ്പിക്ക് വലിയ ഭീഷണി. അതിനാൽ തന്നെയാണ് കോങ്കോയിലെ സംരക്ഷണ പ്രദേശങ്ങളിലും ഒക്കാപ്പി കൺസർവേഷൻ പ്രോഗ്രാമുകളിലും ഇവയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഒക്കാപ്പി പ്രകൃതിയുടെ ഏറ്റവും അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. കുതിരയെ പോലുള്ള ശരീരം, സീബ്രയെ ഓർമ്മിപ്പിക്കുന്ന പാദങ്ങൾ, ജിറാഫിനോട് സാമ്യമുള്ള മുഖം,